21 ഡേയ്സ് ഓഫ് വിഷ്വലൈസേഷൻ ചാലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വിഷ്വലൈസേഷൻ. എന്നിരുന്നാലും പലർക്കും ഈ വിഷ്വലൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മാക്സിമം നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടുവാനായിട്ടും നമുക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കാനായിട്ടും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ലെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻസ് വളരെ പെട്ടെന്ന് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 21 ഡേയ്സിൻ്റെ വിഷ്വലൈസേഷൻ ചാലഞ്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു 21 ഡേയ്സ് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുകയും ഈ വിഷ്വലൈസേഷൻ ചെയ്യുകയും 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ, ആ ഒരു ഡിസയർ അല്ലെങ്കിൽ ആ ഒരു ഗോള് നിങ്ങൾ നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുകയുമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം നിങ്ങൾക്ക് നടക്കാതിരുന്ന ഏതെങ്കിലും ഒരു ഗോള് മാത്രമാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനും നിങ്ങളുടെ ശരീരത്തിനും ഒക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോളായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, ഈ ഏത് ഏരിയയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂസ് നമ്മൾക്ക് തമ്മിലുണ്ട്, ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് ചില ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹെൽത്ത് പ്രോബ്ലം ഹീൽ ചെയ്യുന്നതായിട്ട്, അതെങ്കിലും കരിയർ, ജോബ് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ആ ജോബ് കിട്ടിയതായിട്ട് എൻഡ് റിസൾട്ട് മാത്രം നമ്മൾ ഇപ്പോൾ ആലോചിക്കണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, അതായത് ഒരു കുട്ടി വേണം എന്നുള്ളതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനത്തെ അൺബിലീവബിൾ കാര്യങ്ങൾ എടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ബിലീവ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ കുറേ നാളുകളായിട്ട് നിങ്ങൾക്കത് നടക്കാത്ത ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് നമ്മൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ആ ഗോള് നിങ്ങളൊരു ഒറ്റ വരിയിൽ എഴുതുക. അത് എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ അത് എന്താണ് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്നും നിങ്ങൾക്ക് എഴുതുക. അതിൽ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ എൻഡ് റിസൾട്ട് മാത്രം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഫീഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇന്ന് മുതൽ, അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ ഈ ഒരു വിഷ്വലൈസേഷൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ 30th ഡേ ഏതാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റും നിങ്ങൾ അതിനോട് തൊട്ടതായിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷമാണ് നിങ്ങൾ ഈ വിഷ്വലൈസേഷൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഏരിയാസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, അല്ലെ സ്പിരിച്വാലിറ്റി. എൻഡ് റിസൾട്ട് മാത്രം ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ഈ മെഡിറ്റേഷനിൽ ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അത് എങ്ങനെ, എവിടുന്ന് എങ്ങനെ സിറ്റുവേഷൻസ്, എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ളതെല്ലാം അത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. എന്തൊരു കാര്യമാണ് നിങ്ങൾക്ക് നടക്കേണ്ടത്, അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ്, അത് മാത്രമാണ് നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിലിരിക്കുക. ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരാത്ത മാതിരി ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലിരിക്കുക. ഒരു മെഡിറ്റേഷൻ പോസിൽ നിങ്ങൾ ഇരിക്കാവുന്നതാണ്. അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട്, കാരണം നിങ്ങൾ ഇതൊരു വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എനർജി വളരെ ഹൈ ആവുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിച്ച് നിങ്ങളുടെ മൈൻഡും ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അപ്പോൾ ആദ്യം തന്നെ വലത് കൈ എടുത്തിട്ട് നിങ്ങളുടെ ഹാർട്ട് റീജിയനിലോ അല്ലെങ്കിൽ ചെസ്റ്റ് റീജിയനിൽ വെച്ചതിന് ശേഷം ലൈറ്റ്ലി ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ചുകൊണ്ട്, സാവധാനം കണ്ണുകൾ അടച്ചുകൊണ്ട് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ബ്രീതിങ്ങിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സാവധാനം ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അഗെയിൻ വൺ മോർ ടൈം, ബ്രീത്ത് ഇൻ ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. ഒരു പ്രാവശ്യം കൂടി, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നൗ നോർമലൈസ് യുവർ ബ്രീത്തിങ്. അതായത് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഇമാജിൻ ദാറ്റ് യുവർ ബോഡി, മൈൻഡ് ഈസ് റിലാക്സ്ഡ്, ഈസ് റിലാക്സിങ്. നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഫോക്കസ് നിങ്ങളുടെ തലയ്ക്ക് മുകളിലായിട്ട് അല്ലെങ്കിൽ തലയുടെ ടിപ്പിലായിട്ട് കൊണ്ടുവരിക. ഫോക്കസ് ഓൺ ദാറ്റ് റീജിയൻ ആൻഡ് ഇമാജിൻ ദാറ്റ് ദ ക്രൗൺ ചക്ര റീജിയൻ ഈസ് റിലാക്സ്ഡ്. എവിടെയൊക്കെ നിങ്ങളുടെ ഫോക്കസ് പോകുന്നുണ്ടോ ആ ഭാഗമെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ റിലാക്സ് ചെയ്ത് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇമാജിൻ യുവർ ഹെഡ് റീജിയൻ
It is relaxed. Normalize your breathing now. നിങ്ങളുടെ ചെവികൾ, കണ്ണുകൾ, കവിളുകൾ, ഫേസ് മുഴുവനായിട്ടും, താടിയെല്ലിൻ്റെ അവിടെ, നെക്ക് റീജിയൻ, ഇവിടെ എല്ലാം ഫോക്കസ് കൊണ്ടതിന് ശേഷം അവിടെ എല്ലാം ഫീൽ ദ റിലാക്സേഷൻ. അടുത്തതായിട്ട് ഷോൾഡേഴ്സ്, കൈകൾ, വിരലുകൾ, റിലാക്സ്. chest region, upper back, focus and relax. Again bring your attention to the stomach region, back lighten, relax. Now lower abdomen, all the internal parts also is relaxed. Hip region, pubic region, thighs എല്ലാം ഫോക്കസ് ചെയ്യുക, റിലാക്സ്ഡ്. കാഫ്സ്, മുട്ടുകൾ, ആങ്കിൾസ്, കാൽപാദം വരേക്കും റിലാക്സ്. ഫോക്കസ് ആൻഡ് റിലാക്സ്. വൺസ് യു ഫോക്കസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിലാക്സ്ഡ്. ഇപ്പോൾ ശരീരം മുഴുവനായിട്ടും തല മുതൽ പാദം വരെ feel the relaxation, feel the energy of the universe, the universal energy filling your whole body, and your body mind is relaxed. As I count from 5 to 1, you are completely relaxed. 5, 4, 3, 2, 1. നിങ്ങളുടെ ശരീരം മുഴുവനായിട്ടും റിലാക്സ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോടും കോൺഷ്യസ് മൈൻഡിനോടും നിങ്ങൾ സംസാരിക്കുകയാണ്. ഡിയർ കോൺഷ്യസ് മൈൻഡ്, ഡിയർ സബ് കോൺഷ്യസ് മൈൻഡ്, ഞാനിപ്പോൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, ആ ഒരു കാര്യം ഈ വിഷ്വലൈസേഷനിലൂടെ മിന്നൽ വേഗത്തിൽ എനിക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചതിന് നന്ദി. I visualize now to manifest the thing I desire in a lightning speed. ഈ ഒരു കാര്യം എൻ്റെ ഹയർ സെൽഫിനും എനിക്കും നല്ലതിന് വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ എന്നെ ചുറ്റുമുള്ളവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ മൈ സെൽഫ് ആസ് വെൽ ആസ് ഫോർ എവ്രി വൺ സറൗണ്ടിങ് മീ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസയറിൻ്റെ എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. വാട്ട് ഈസ് ദ എൻഡ് റിസൾട്ട് ഓഫ് യുവർ ഗോൾ? ആ എൻഡ് റിസൾട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക അത് നടന്നു കഴിഞ്ഞതായിട്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു ഡേറ്റിൻ്റെ ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. അന്ന് നിങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. ഈ ഒരു റിസൾട്ട് ഉണ്ടായതിന് ശേഷം, ഈ ഒരു ഗോള് സക്സസ്ഫുള്ളി നടന്നതിന് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് വരുന്നു. നിങ്ങൾ കോളിംഗ് ബെൽ അടിക്കുന്നു. വീട്ടിലാരോ നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ വന്ന് വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. നിങ്ങളുടെ മുഖത്തിൽ എക്സൈറ്റ്മെൻറ്റ്, ചിരി, ഒരു ക്രേസിനെസ്. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും വീട്ടിലുണ്ട്. എല്ലാവരും നിങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, നിങ്ങളെ ഹഗ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. ചിലരെല്ലാം സങ്കടം കൊണ്ട് കരയുന്നുണ്ട്. നിങ്ങൾക്കും വളരെയധികം സന്തോഷം കൊണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ ടിയേഴ്സ് എല്ലാം നിറയുന്നുണ്ട്. ആ ഗോള് നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞു. ആ ഒരു സന്തോഷത്തിൻ്റെ കണ്ണുനീര് നിങ്ങളുടെ കണ്ണുകളിലുണ്ട്, നനവുകളുണ്ട്.
നൗ നിങ്ങളുടെ ഡൈനിങ് ടേബിളിലായിട്ട് നല്ലൊരു കേക്ക് ഇരിക്കുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങളെ അവരെല്ലാവരും കൂടി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ കേക്കിൽ എല്ലാവരും അതിൻ്റെ ചുറ്റും നിൽക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഗോൾ, അതിൽ ഡിസയർ അതിൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫുൾഫിൽഡ്, ഐ അച്ചീവ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ കത്തിയെടുത്തത് കട്ട് ചെയ്യുന്നു. അത് കട്ട് ചെയ്ത് കഴിയുന്നതിന് മുൻപ് തന്നെയായിട്ട് നിങ്ങളുടെ സ്നേഹിക്കുന്നവരിൽ ഒരാൾ അതിൽ നിന്നും ഒരു പീസ് എടുത്ത് നിങ്ങളുടെ ഫേസിൽ മുഴുവനായിട്ടും തേച്ചു. വളരെ സന്തോഷപൂർവമായിട്ട് നിമിഷങ്ങളാണ്. അങ്ങനെ ഫേസിലെല്ലാം ആയിട്ടുള്ള ആ കേക്ക് നിങ്ങൾക്കത് തുടച്ച് കളയുവാനായിട്ട്, നിങ്ങൾ വളരെ ഹാപ്പിനെസ് മോഡിലാണെങ്കിലും അത് തുടച്ച് കളയാനായിട്ട് വാഷ്റൂമിൽ പോവുകയാണ്. അവിടെ നിന്നും അതിലുള്ള കണ്ണാടിയിൽ നോക്കിയിട്ട് തിരിച്ചും നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഫോർ ഫുൾഫില്ലിങ് മൈ ഡ്രീം, താങ്ക് യു ഫോർ മൈ ഗോൾ ഫുൾഫിൽഡ്. ഇത് സാധിച്ചു തന്നതിന് നന്ദി യൂണിവേഴ്സ്, നന്ദി ദൈവമേ. അങ്ങനെ നിങ്ങൾ ഫേസെല്ലാം വാഷ് ചെയ്ത് ഫ്രഷ് ആയതിനു ശേഷം വന്നതിന് ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു പൂജാമുറിയിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അത് എൻജോയ് ചെയ്യുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇത്രയും കാലം നടക്കാതിരുന്നിട്ടുള്ള കാര്യം നടന്നു കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ താങ്ക്ഫുൾ ആവുകയാണ്. യു ആർ എക്സ്പ്രസിങ് ദ ഗ്രാറ്റിറ്റ്യൂഡ്. നൗ ഡിന്നറെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കിടക്കാൻ പോവുകയാണ്. നിങ്ങൾ ബെഡിലിരുന്നു കൊണ്ടും നിങ്ങൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ കാര്യം നടന്നതായിട്ട് നിങ്ങൾ പിന്നെയും ആലോചിക്കുകയും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ ഉറക്കം വരാതിരിക്കുന്ന അവസരത്തിൽ കുറച്ച് നേരങ്ങൾക്ക് ശേഷം നിങ്ങൾ എങ്ങനെയോ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഗെയിൻ നിങ്ങൾ വേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ആ കേക്കിൻ്റെ ടേസ്റ്റ് അടക്കം നിങ്ങളുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്ന ഒരു കേക്ക്, നിങ്ങളുടെ എൻജോയ്മെൻറ്റ്സ്, നിങ്ങളുടെ ആ ഒരു മൊമെൻ്റ് എല്ലാം നിങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഇന്നലെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം യു ആർ റീകളക്റ്റിംഗ് എഗെയിൻ ഇൻ ദ മോർണിംഗ്. ബെഡിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ റീകളക്ട് ചെയ്യണം. നിങ്ങൾക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല, സമാധാനമാണ്. നൗ യു ആർ waking up from your bed. നോർമലായിട്ട് നിങ്ങൾ ജോലിയാണെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതല്ല കല്യാണം, അങ്ങനെയുള്ള എന്തൊരു കാര്യമായിരുന്നു നിങ്ങളുടെ എൻഡ് റിസൾട്ട് ഉണ്ടായിരുന്നത്, അത് അച്ചീവ് ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം ഇന്ന് മുതൽ തുടങ്ങുകയാണ്. യു ആർ സോ ഹാപ്പി, സോ ഗ്രേറ്റ്ഫുൾ. അങ്ങനെ നോർമലായിട്ടുള്ളൊരു ദിവസം അന്ന് കടന്നുപോയി. സെക്കൻഡ് ഡേ, തേർഡ് ഡേ, അങ്ങനെ ഈ ഗോൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. നിങ്ങൾ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുന്ന മാതിരി, നിങ്ങളുടെ ബ്രീതിങ് പോലെ തന്നെ നോർമലായിരിക്കുന്നു. നിങ്ങളൊരു കാലത്ത് വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളുടെ നോർമൽ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ്, ക്രേസിനെസ് എല്ലാം കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി 1 month. ഒരു മാസം ആവുകയാണ് നിങ്ങളുടെ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്തതിന് ശേഷം. എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു, ക്രേസിനെസ് കുറഞ്ഞു. നൗ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. So be in that energy. Again, slow your breathing. Concentrate or focus on your breathing. As you normalize your breathing, you can come out of the meditation. Say thank you, thank you, thank you. Now come out of the visualization.